നിങ്ങൾ ഒരു ദിവസം മുഴുവനും ഇരുന്ന് ക്ഷീണിച്ച് ഇനിയും ഞാൻ പ്രസംഗിച്ചാൽ ഇനി അധിക പ്രസംഗമാകുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങളുടെ കാതുകളെ, ഹൃദയത്തെ ചില മിനിറ്റുകളിലേക്ക് ഞാൻ ചോദിക്കുകയാണ്. കാത്തിരിപ്പ് എന്ന വാക്ക് മനുഷ്യൻ്റെ ഹൃദയത്തിൽ പലതരത്തിലുള്ള ചിന്തകളാണ് ഉളവാക്കുന്നത്. ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു മുഴ, അത് ക്യാൻസറാണോ എന്ന് പരിശോധിക്കാൻ ബയോപ്സിക്ക് അയച്ചതിന് ശേഷമുള്ള കാത്തിരിപ്പ്, അത് ദുഷ്കരമായ ഒരു കാത്തിരിപ്പാണ് എന്ന് നമുക്കറിയാം. എന്നാൽ മറ്റ് ചില കാത്തിരിപ്പുകൾ ആവേശകരമായ കാത്തിരിപ്പുകളാണ്. യാക്കോബ് നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ചു. റാഹേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ആ കൊച്ചിനെ ഭാര്യയായി കിട്ടണം എന്ന് ലാബാനോട് പറഞ്ഞപ്പോൾ ഒരു 7 വർഷം അവൾക്ക് വേണ്ടി സേവ ചെയ്യണം എന്ന് യാക്കോബിനോട് പറഞ്ഞു. നമ്മൾ ആ വേദഭാഗത്ത് വായിക്കുന്നത് യാക്കോബിന് റാഹേലിനോടുള്ള സ്നേഹം നിമിത്തം 7 വർഷം വളരെ വേഗം പോയി എന്നാണ് പറയുന്നത്. ആ കാത്തിരിപ്പ് ആവേശകരമായ, പെട്ടെന്ന് തീർന്നു എന്ന് തോന്നിയ ഒരു കാത്തിരിപ്പാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം ഒരു കാത്തിരിപ്പാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പ് ഏത് നിലയിൽ നമ്മൾ നടത്തണം എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു ഉപമയാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊരുമിച്ച് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാൽ 24-ാമത്തെ അധ്യായവും 25-ാമത്തെ അധ്യായവും അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായങ്ങളാണ്. എസ്കറ്റോളജി എന്ന് ഇംഗ്ലീഷിൽ പറയും. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ യെരുശലേം ദേവാലയത്തിന് എതിരെയുള്ള മലയിൽ വന്നു. കർത്താവിനോട് പറഞ്ഞു, ഈ ആലയം എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കർത്താവ് അതിന് പ്രതികരണമായി പറഞ്ഞത്, ഒരു കല്ലിൻ്റെ മേൽ മറ്റൊരു കല്ല് ശേഷിക്കാത്ത നിലയിൽ ഇത് ഇടിഞ്ഞു പോകും എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, അതവർക്ക് ഭയങ്കര നടുക്കമായി കേട്ടോ. അപ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതെപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അവർ ചോദിച്ച ഈ ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങളാണ് 24-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇത് എപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ദേവാലയത്തിൻ്റെ നശീകരണം എപ്പോഴാണ് സംഭവിക്കുക? അതാണ് 1-ാമത്തെ ചോദ്യം. 2-ാമത്തെ ചോദ്യം, നിൻ്റെ വരവ് എപ്പോഴായിരിക്കും എന്നാണ് 2-ാമത്തെ ചോദ്യം. 3-ാമത്തെ ചോദ്യം, ലോകാവസാനം എപ്പോഴാണ്? അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. 24-ാമത്തെ അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പ്രയാസമുള്ള അധ്യായം ആണ്. എന്നാൽ ഒരു കാര്യം ഈ അധ്യായത്തിൽ നിന്ന് വ്യക്തമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത്രയും കാര്യം നമുക്ക് അറിയാം. കർത്താവിൻ്റെ 2-ാം വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്.
അപ്പോൾ ഈ 24-ാമത്തെ അധ്യായത്തിൽ അതിന് 37 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ കർത്താവിൻ്റെ വരവ് എപ്പോഴായിരിക്കും, അതിൻ്റെ ലക്ഷണം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചല്ല കർത്താവ് പറയുന്നത്. പിന്നെയോ കർത്താവിൻ്റെ വരവിന് വേണ്ടി എങ്ങനെ കാത്തിരിക്കണം, ഒരുങ്ങണം എന്ന കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. 24-ാമത്തെ അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം മുതൽ 25-ാമത്തെ അധ്യായം മുഴുവനും കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പം അതിൽ കർത്താവ് പറയുന്ന ചില പ്രസ്താവനകൾ ഞാൻ വേഗം നിങ്ങളോട് പറയാം. എങ്ങനെയാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന അപകടം, നമുക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഈ വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു. 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ കാലവും ആകും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ കാലവും ആകും. നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത എന്താ? നോഹയുടെ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത പാപപങ്കുലമായ, ദൈവഭയം ഇല്ലാത്ത, ദൈവത്തെ ശ്രദ്ധിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ പാപജീവിതം. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? അങ്ങനെയാണ് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്നാൽ കർത്താവ് അതിനെക്കുറിച്ചല്ല പറഞ്ഞത് കേട്ടോ. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവ് പറഞ്ഞതിന് 37-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അത് ശരി, നിങ്ങളങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണോ? അതോ തിന്നിയും കുടിക്കുകയോ ചെയ്യുമോ? ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായല്ലോ നിങ്ങൾ തിന്നിയും കുടിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. ചില അമ്മമാരുടെ കണ്ണുനീര് കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ സങ്കടം വരും. എൻ്റെ പൊന്നു മോനെ, മോടെ കല്യാണം ഇതുവരെ നടന്നില്ലടോ. അത് ഞാൻ ഇച്ചിരി ചെറുപ്പം വരുന്നപ്പോൾ പറയുന്നതാ. ഇപ്പോഴാണെങ്കിൽ ചായ എന്നൊക്കെ പറഞ്ഞാൽ പറയുക, കല്യാണം കഴിപ്പിക്കണം, ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിക്കണം, ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. അതൊക്കെ നമ്മളുടെ ആഗ്രഹമാണ് അല്ലേ? അതിൽ വല്ല അന്യായവും ഉണ്ടോ? പിന്നെ എന്താ കർത്താവ് അതിനെക്കുറിച്ച് നോഹയുടെ കാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം എന്താ? അവർ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു, തിന്നും കുടിച്ചും പോന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് നോഹയുടെ കാലത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതിൻ്റെ സാധാരണ നിലയിലുള്ള ജീവിതത്തിൻ്റെ നടുവിലാണ് നോഹയുടെ പ്രളയം വന്നത്. സാധാരണ രീതിയിലുള്ള ജീവിതത്തിൻ്റെ നടുവിലാണ് നോഹയുടെ കാലത്തെ പ്രളയം വന്നത്. കർത്താവിൻ്റെ വരവ് എങ്ങനെയാണ് വരാൻ പോകുന്നത്? നമ്മൾ വിവാഹത്തിന് കൊടുക്കുന്നു, കൊച്ചിൻ്റെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ചെറുക്കനെ ഗൾഫിൽ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അങ്ങനെ ചിന്തിക്കുന്നു. സാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ വ്യാപൃതരായി ഇതിന് നടുവിൽ കർത്താവ് വരും എന്നുള്ള ഒരു ചിന്തയില്ലാതെ ആ നിലയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ കാലവുമാകും എന്ന് കർത്താവ് പറഞ്ഞത്. നോർമൽസി ക്യാൻ ബി ഡേഞ്ചറസ്. സാധാരണ രീതിയിലുള്ള കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായി സാധാരണ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സാധാരണ രീതിയിൽ ജീവിച്ച് ആ നിലയിൽ പോകുന്ന സമയത്താണ് കർത്താവിൻ്റെ വരവ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. എൻ്റെ ദൈവമേ, ഇന്ന് നമ്മുടെ സഭകളിലൊക്കെയുള്ള വിഷയങ്ങളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വഴക്കുകയൊക്കെ ഉണ്ടാക്കി ആളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന അവസരത്തിലാണ് കർത്താവിൻ്റെ വരവ് സംഭവിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച ഒരു ദൈവ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണെന്നറിയോ? ദൈവം പ്രളയം വരും എന്ന് അവനോട് കൽപ്പിച്ചതുകൊണ്ട് ഭയഭക്തി പൂണ്ട്
തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. ആ കാലഘട്ടത്തിൽ സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ വ്യാപൃതരായിരിക്കുന്ന മനുഷ്യർ പരിഹാസത്തോടു കൂടെയാണ് നോഹയും തൻ്റെ സംരംഭങ്ങളെയും വീക്ഷിച്ചത്. ഞാൻ എന്നോട് നിങ്ങളോടും ചോദിക്കുക, ഏത് ഗ്രൂപ്പിലാണ് നിങ്ങൾ? ഏത് ഗ്രൂപ്പിലാണ് ഞാൻ? നമ്മളെ താല്പര്യങ്ങൾ, സാധാരണ ജീവിതത്തിൻ്റെ സാധാരണ പ്രശ്നങ്ങൾ, സാധാരണ നിലയിലുള്ള ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, അവയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിതം അല്ല. കർത്താവ് പറഞ്ഞതുപോലെ അന്ന് വരെ ലോകത്ത് പ്രളയം ഉണ്ടായിട്ടില്ല കേട്ടോ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനുശേഷം കർത്താവ് പറഞ്ഞത്, അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. അപ്പോൾ കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ട് കർത്താവ് രണ്ടാമത് പറഞ്ഞ കാര്യം, ഒന്നാമത് പറഞ്ഞത് അതിൻ്റെ സാധാരണത്വമാണ്. യു ആർ എൻറ്റാങ്കിൾഡ് വിത്ത് ദി ഓർഡിനറി തിങ്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ സാധാരണ കാര്യങ്ങളിൽ വ്യാപൃതരായി ജീവിക്കുന്ന ആ അപകടം, അതിനെക്കുറിച്ചാണ് കർത്താവ് ആദ്യമേ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും. വയലിലിരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. പിന്നെ 2 പേർ തിരിക്കലിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ. അപ്പം പുരുഷന്മാരും സ്ത്രീകളും 2 ഗ്രൂപ്പും ഉണ്ട് കേട്ടോ. അവിടെ കർത്താവിൻ്റെ വരവ് സൃഷ്ടിക്കുവാൻ പോകുന്ന അത്യത്ഭുതകരമായ അല്ലെങ്കിൽ വേദനാകരമായ വേർപാടിനെ കുറിച്ചാണ് രണ്ടാമത് കർത്താവ് പറയുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, 2 പേർ ഒരുമിച്ചിരിക്കുക, ഒരാൾ എടുക്കപ്പെട്ടു, മറ്റേയാൾ കൈവിട്ടുപോയി. എന്തൊരു ഭയങ്കരമായൊരു വേർതിരിവാണ്. ഇറ്റ് ഈസ് എ ടൈം ഓഫ് സെപ്പറേഷൻ. വേർതിരിവിൻ്റെ, മനുഷ്യരെ 2ആയി വെട്ടിത്തിരിക്കുന്ന ആ ഒരു വേർതിരിവിൻ്റെ അനുഭവമാണ് കർത്താവിൻ്റെ വരവ് എന്നാണ് കർത്താവിനോട് പറഞ്ഞത്. 2 പേർ വയലിലിരിക്കും, ഒരുത്തൻ എടുക്കപ്പെടും, മറ്റവനെയോ തള്ളിക്കളയും. പിന്നെ അതിനുശേഷം ഒരു സാധ്യതയെക്കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നില്ല കേട്ടോ. എന്തൊരു ഭയാനകമായൊരു കാര്യമാണ്. മൂന്നാമത് കർത്താവ് പറഞ്ഞ കാര്യം, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന സമയം, യാമം ഇന്നതെന്ന് വീട്ടുടവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. മൂന്നാമത് കർത്താവ് പറഞ്ഞ കാര്യം, കർത്താവിൻ്റെ വരവിലുള്ള ആശ്ചര്യമാണ്. ദ സർപ്രൈസ്, ദ നോൺ എക്സ്പെക്റ്റൻസി ഓഫ് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ വരവ് ഏത് സമയത്താണെന്ന് അറിയത്തില്ല. കർത്താവിൻ്റെ വരവ് ഏത് സമയത്താണ് എന്ന് അറിയില്ല. അറിയാമോ? ഇന്ന് വരാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടെന്നേ. നമ്മളെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഹി കുഡ് കം. കർത്താവിൻ്റെ വരവ് ഒരു ആശ്ചര്യമായി, പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ പദ്ധതികൾക്കൊക്കെ ഒരു വിരാമം കുറിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവ് ആകുവാനുള്ള സാധ്യതയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ഈ കള്ളം മോഷ്ടിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴേ, കള്ളം മോഷ്ടിക്കാനുള്ള കാര്യം എന്താ? ഞാൻ പറയാം, കള്ളം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ആളുകളാരും
ഉണർന്നിരുന്നില്ല, ഇവരെ കണ്ടില്ല, അതുകൊണ്ടാണ് മോഷ്ടിച്ചത്, അല്ലെങ്കിൽ മോഷ്ടിക്കില്ല. ഒരിക്കൽ കായംകുളം കൊച്ചുണ്ണി ഒരിക്കൽ ഒരു വീട്ടിൽ മോഷണത്തിനായിട്ട് ചെന്നു. അപ്പോൾ വലിയ പിന്നെ അവിടെ കായംകുളം കൊച്ചുണ്ടെ മോഷണം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ അയാളുടെ ഒരു വിളക്കും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. രാത്രി മുഴുവനും ഇരുന്നു. അയാൾ രാത്രി മുഴുവനും നോക്കി. എന്നിട്ട് ഒരു 4 മണി വരെ ഇരുന്നിട്ടും പോയില്ല, അയാൾ പോയി. 2-ാമത്തെ ദിവസം വന്നപ്പോൾ ഇത് തന്നെ പണി. 3-ാമത്തെ ദിവസം കായംകുളം കൊച്ചുണ്ണി വന്ന ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇനി വെറുതെ തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ചുമ്മാതെ തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട, ഞാൻ മടുത്തു. 3 ദിവസം വന്നിട്ട് ഇയാൾക്ക് ഉണർന്നിരിക്കുക. കള്ളൻ വരുന്നത് ഇന്ന സമയത്ത് എന്നറിയായതുകൊണ്ട് അയാൾ വീട്ടിലുള്ള സാധനമൊക്കെ എടുത്തുകൊണ്ട് പോകും. എഴുന്നേറ്റ് നോക്കുമ്പം അലമാരി തുറന്ന് കിടക്കണു, മേശയുടെ വരിപ്പ് വലിച്ചിട്ടിരിക്കണു. എൻ്റെ പൊന്നെ, കൊണ്ടുപോയടാ. അല്ലയോ, പോയി. വന്നത് അറിഞ്ഞില്ല. സർപ്രൈസ് എലമെൻറ്റ്. അതാണ് കള്ളൻ്റെ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത്. അതാണ്. അപ്പം അതിൻ്റെ താഴെ പറഞ്ഞു, അതിനോട് തന്നെ ചേർന്ന കേട്ടോ, എന്നാൽ യജമാനൻ വരുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവൻ തനിക്കുള്ളതൊക്കെ സകലത്തെയും യജമാനാക്കി വയ്ക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു. കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടി തിന്നു കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന്. ഞാൻ സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, കർത്താവ് ഇപ്പോൾ വന്നാൽ നമുക്ക് പോകാനായിട്ട് തയ്യാറായിട്ടാണോ ഇരിക്കുന്നത്? സഭയിൽ ഭയങ്കര വഴക്കും അടിയുമാട്ടിങ്ങനെ നിൽക്കുകയാണ്. കാഹളത്തിൻ്റെ ശബ്ദം, ഇവിടെ കയറി വരുവീൻ എന്നുള്ളതായിരിക്കുന്ന പ്രഖ്യാപനം. എങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നേ? കർത്താവേ, അവിടെ സഭയിൽ നല്ല വഴക്കായിരുന്നു, അത് കഴിഞ്ഞ ഞങ്ങൾ ഇങ്ങോട്ട് വരിക. എൻ്റെ പൊന്നെ, കൂട്ടുദാസന്മാരെ അടിക്കുവാനും പിന്നെ കൂട്ടുമൂപ്പന്മാരെ അടിക്കുവാനും ഒക്കെ മനസ്സ് വെച്ച് നിൽക്കുന്ന ആൾക്കാരാ. അരെ പറയാൻ കാര്യം എന്താ അറിയോ? യജമാനൻ വരുവാൻ താമസിക്കുന്നു. അതൊരു ഭയങ്കര അപകടകരമായ സമീപനമാണ് കേട്ടോ. കർത്താവ് വരും എന്നുള്ള ചിന്തയുള്ള ഒരു മനുഷ്യന്, ഒരു സഹോദരന് സഹോദരിക്ക് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഒരുപാട് കാരണമുണ്ട് കേട്ടോ. ഒരുപാട് കാരണമുണ്ട്. നമ്മൾ ഭാര്യയും ഭർത്താവിനോട് വഴക്കുണ്ടായിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഭാര്യയുടെ ഹൃദയത്തിലും ഭർത്താവിൻ്റെ ഹൃദയത്തിൽ അയ്യോ ഇപ്പം കർത്താവ് വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ വഴക്ക് തുടരുമോ അതോ വഴക്ക് നിർത്തുമോ? ഇപ്പം കർത്താവ് വന്നാൽ എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ചാൽ വഴക്ക് തുടരുമോ അതോ വഴക്ക് നിർത്തുമോ? ഞാനാന്നേ വഴക്ക് നിർത്തും കേട്ടു. കർത്താവ് വരുമ്പോൾ വഴക്കുണ്ടായിക്കൊണ്ട് നിൽക്കുന്ന എന്തൊരു നാണക്കേടാ, ഇല്ലയോ? യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് വിചാരിച്ച് കർത്താവ് വരും എന്നുള്ള വിചാരം വല്ലതും ഉണ്ടോ? സഹോദരി? ഇന്ന് കർത്താവ് വരും, ഒരു പക്ഷേ ഇന്ന് കർത്താവ് വരുമായിരിക്കും എന്ന് ചിന്തിച്ച് എത്ര മനുഷ്യരെന്നെ കേൾക്കുന്നവരുണ്ട്? ഇന്ന് കർത്താവ് വരാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് ഇന്ന് യോഗത്തിന് പോയ ഒരു പക്ഷേ ഇന്ന് കർത്താവ് വരുമായിരിക്കും, ഇല്ലയോ? കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം എന്ന് വിചാരിച്ച ആളുകൾ കുറവാന്നേ. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമല്ലേ, അല്ലാതെ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണോ? ഇറ്റ് ഇസ് പാർട്ട് ഓഫ് അവർ ബിലീഫ് ബട്ട് നോട്ട് പാർട്ട് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടില്ല. നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞാനും അത് കുറ്റക്കാരനാകട്ടോ. അയ്യോ, എൻ്റെ കർത്താവ് വരും, അവൻ വരും, അവന് വേണ്ടി കാത്തിരിക്കണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തന്മാർ, അവരെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ തന്നെ, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ കർത്താവ് വരും, അവൻ വരും എന്നുള്ള ആശയോടുകൂടെ
കർത്താവിന് വേണ്ടി കാത്തിരുന്ന ദൈവഭക്തന്മാർ അല്ലേ, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ. അപ്പം അതിന് ശേഷമാണ് കർത്താവ് 2 പ്രധാനപ്പെട്ട 3 ഉപമകളുണ്ടോ അത് അവിടെ പറയുന്നത് അതിന് ശേഷമാണ്. അപ്പം അതിൽ ഒരു ഉപമയൂടെ ഉണ്ട്, 10 കന്യകമാരുടെ ഉപമ. അപ്പം അതിൻ്റെ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അടുത്ത ഉപമയിലേക്ക് വരാം. അതെന്താണെന്ന് ചോദിച്ചാൽ 10 കന്യകുമാരും അല്ലെങ്കിൽ മണവാളനെ എതിരേൽക്കാനായിട്ട് പോയതാണ്. 5 പേർക്ക് എണ്ണ ഉണ്ടായിരുന്നുള്ളൂ, 5 പേർക്ക് എണ്ണ ഉണ്ടായിരുന്നില്ല. അവസാനം ആ മണവാളൻ്റെ വിരുന്നിന് വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിയാതെ നിന്ന ആളുകളോട് പറഞ്ഞ ഒരു പ്രസ്താവനയും അവർക്ക് സംഭവിച്ച കാര്യമുണ്ട് കേട്ടോ. എന്താ പറഞ്ഞത്? കർത്താവേ ഞങ്ങൾക്കും തുറക്കണമേ എന്ന് പറഞ്ഞു. കർത്താവ് അകത്ത് നിന്ന് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. വാതിൽ അടച്ചു കളഞ്ഞ ഫൈനാലിറ്റി ഓഫ് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തു വന്നതിന് ശേഷം ഇനിയും മാനസാന്തരപ്പെടാൻ നന്നാകാം എന്നുള്ളൊരു അവസരം കർത്താവ് തരുന്നില്ല. ഇറ്റ് ഇസ് ഫൈനൽ. ആത്യന്തികമായിട്ട് വാതിലടയപ്പെട്ടു. അല്ലെങ്കിൽ നോഹയുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ വാതിലടച്ചു, ഇനിയും ആ പെട്ടകത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഇല്ല. ദിസ് ഇസ് എ ഫൈനാലിറ്റി. ദിസ് ഇസ് വെരി സ്കേറി. നമുക്ക് ഭയം വരുത്തുന്ന ഒരു ചിന്തയാണ് അത്. അതിനുശേഷമാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. താലന്തുകളുടെ ഉപമ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. താലന്തുകളുടെ ഉപമ 25-ാമത്തെ അധ്യായത്തിൻ്റെ 14 മുതൽ ഒരു ദീർഘമായ ഉപമയാണ് കേട്ടോ എൻ്റെ കർത്താവ്. അതിൻ്റെ 29 വരെ, 14 മുതൽ 29 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ്. അപ്പം അതിൽ കർത്താവ് പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ സോറി അത് അങ്ങനല്ലോ. 14 ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്തൊരു കുഴി കുഴിച്ചു, യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാർ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക് വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്ക് വന്നു. യജമാനനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്ക് വന്നു. യജമാനനെ, നീ വിതയ്ക്കാത്തയിടത്തുനിന്ന് കൊയ്യുകയും വിതരാത്തയിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിൻ്റേതിതാ, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തയിടത്തുനിന്ന് കൊയ്യുകയും വിതരാത്തയിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊന്മാണിപ്പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നെടുത്ത് 10 താലന്തുള്ളവനെ കൊടുപ്പീൻ. അങ്ങനെ ഉള്ളവന് ഏവന് ലഭിക്കും, അവന് സമൃദ്ധിയുമുണ്ടാകും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് പറഞ്ഞു.
അവിടെ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ഒരു ഉപമയാണ്. നേരത്തെ ഉള്ള ഉപമകളുമായിട്ട് നമ്മൾ ഇതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്കറിയാം ഇത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയാണ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യം ഈ ലോകത്തിൽ സ്ഥാപിക്കുന്നതിനോട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അന്ത്യകാലത്തെ സംബന്ധിക്കുന്ന, അന്ത്യന്യായവിധിയുമായിട്ട് ബന്ധപ്പെടുന്ന, ദൈവം കണക്ക് ചോദിക്കുന്ന ആ ക്രമീകരണത്തെക്കുറിച്ചാണ് ഈ ഉപമയിൽ പറയുന്നത്. ഉപമകളെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ പറയേണ്ട ഒരു കാര്യം, ഉപമയിലെ എല്ലാ വിശദാംശങ്ങൾക്കും പ്രാധാന്യമില്ല. ഉപമയിലെ എല്ലാ വിശദാംശങ്ങൾക്കും പ്രാധാന്യമില്ല. അതിന് പൊതുവായിരിക്കുന്ന ഒരു ഗതിയും അതിന് പ്രധാനമായിരിക്കുന്ന ഒരാശയവുമാണ് ഒരു ഉപമയിൽ പ്രധാനമായിട്ടുമുള്ളത്. അപ്പം എല്ലാ കാര്യം, പൊന്മാണി ബക്കാരെന്ന് പറയുന്ന ആൾക്കാരായിരുന്നു, പിന്നെ ഇദ്ദേഹം ദൂരദേശത്തേക്ക് പോയി ആ ദേശം ഏതാണ് എന്നൊന്നും ചോദിച്ചാൽ ഈ ഉപമയിൽ അതിനൊന്നും മറുപടി പറയാനായിട്ട് കർത്താവ് ശ്രമിച്ചിട്ടില്ല. അതിൽ പ്രധാനമായും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ഈ ഉപമയുടെ അർത്ഥം എന്താണ്, അതിൻ്റെ പ്രധാന ആശയം എന്താണ് എന്ന് ഞാൻ ആദ്യമേ പറയാം. ആശയം എങ്ങനെയാണ് കർത്താവ് വിപുലീകരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത്, നാം കർത്താവിൻ്റെ സമ്പത്ത് പരമേൽപ്പിക്കപ്പെട്ട ആളുകളാണ്. ഇത് വ്യാപാരം ചെയ്യണം, കാരണം കർത്താവ് ഇതിനെക്കുറിച്ച് കണക്ക് ചോദിക്കും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അതാ കർത്താവിൻ്റെ സമ്പത്ത്, കർത്താവിൻ്റെ ഔദാര്യം, കർത്താവിൻ്റെ കൃപ, സാഹചര്യങ്ങൾ, ഇതെല്ലാം ലഭിച്ച ആളുകളാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് ഇത് വിശ്വസ്തയോടുകൂടെ വ്യാപാരം ചെയ്യണം. അതിൻ്റെ കാര്യം എന്താ? കർത്താവ് ഇതിന് കണക്ക് ചോദിക്കുന്നത്. സോ വി ഹാവ് ടു യൂസ് the gifts that God has given to us carefully, because we are accountable to the master. യജമാനനോട് കണക്ക് കൊടുക്കേണ്ട ആൾക്കാരായതുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണം എന്ന കാര്യമാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, കണക്ക് കൊടുക്കണം എന്ന് നിർബന്ധമാണ് എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമുണ്ടാവുമോ? ജെറിയോട് ചോദിക്കാം അല്ലേ, there is a day of accounting, അന്ന് കണക്ക് കൊടുക്കണം. ഞാൻ പറയാം, ജാനുവരി 1-ാം തീയതി മുതൽ ചെയ്യുന്ന കാര്യങ്ങൾ ഈ കാഴ്ചപ്പാടിലാണ്. അവസാനം കണക്ക് കൊടുക്കേണ്ടി വരുന്നത് എന്താണെന്ന് പറയുന്നത് എന്തുവാ? ബാലൻസ് ഷീറ്റ് ഒക്കെ അവതരിപ്പിക്കേണ്ട ഒരു ദിവസം വരും. അന്ന് ഈ പറയണ കാര്യത്തിന് എല്ലാം കണക്ക് കൊടുക്കണം. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിലാണ് താൻ ചെയ്യുന്ന എല്ലാ കാര്യവും ചെയ്യുന്നത്. ഞാൻ സഹോദരങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് കർത്താവ് കണക്ക് ചോദിക്കും എന്നൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഉണ്ടോ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, ഞാൻ പറഞ്ഞ വാക്കിന്, എൻ്റെ ഇടപാടുകൾക്ക് ഒരു ദിവസം ഞാൻ കണക്ക് പറയേണ്ടി വരും എന്നതായിരിക്കുന്ന ചിന്ത നമുക്കുണ്ടോ? വായി തോന്നുന്നതൊക്കെ പറയും. കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരി ഒരു കാര്യം പറഞ്ഞു. എൻ്റെ പൊന്നെ, ഞാൻ നോക്കിയ പച്ചക്കള്ളവാ പറഞ്ഞു. പച്ചക്കള്ളവാ പറഞ്ഞു. വിശ്വാസിയാ. കാര്യം എന്താണെന്നറിയാമോ? ഒരു കള്ളം പറഞ്ഞാൽ എന്താ കുഴപ്പം? ആര് ചോദിക്കാൻ? ഇല്ലയോ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ജീവിതങ്ങൾ ക്രമപ്പെടുന്നത് കണക്ക് പറയേണ്ടി വരും എന്ന ബോധ്യത്തിലാണ്. അത് വെറും ഒരു ചിന്തയല്ല കേട്ടോ, ദാറ്റ് ഈസ് എ റിയാലിറ്റി. അതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് കർത്താവിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എങ്ങനെയും ജീവിക്കുവാൻ കഴിയുകയില്ല, നമുക്ക് എങ്ങനെയും ജീവിക്കുവാൻ അനുവാദമില്ല. എൻ്റെ കാര്യം എന്താ? ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും, ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും. നമ്മളൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ആരും കണ്ടില്ലല്ലോ, കണ്ടോ? ചില ആളുകൾ ഇപ്പോഴേ ഒരു സഹോദരൻ പറഞ്ഞു, എൻ്റെ പൊന്നേ ഫോൺ വിളിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. ഫോൺ വിളിച്ചാൽ എന്തോ റെക്കോർഡ് ചെയ്യും. ഒരാൾ ഇന്നലെ വിളിച്ചോ ചോദിക്കുക, സഹോദരൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഫോണ്. എന്തൊരു ഭയങ്കര കുഴപ്പമാണെന്ന് പറയാം. കാര്യം ചോദിച്ചാൽ ഈ പറഞ്ഞ ആൾ പറഞ്ഞില്ല എന്ന് പറയും. അന്നേരം ഹലോ ഇത് പറഞ്ഞ് കേൾപ്പിക്കൂ. എൻ്റെ പൊന്നെ, മനുഷ്യന്മാർ വല്ലതും സമ്മതിക്കുമോ? വേല ഇറക്കുമല്ലയോ? എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഞാൻ പറയാം, മറച്ചു വയ്ക്കാൻ കഴിയാത്ത
മറച്ചു വയ്ക്കാൻ കഴിയാത്ത, സകലതും കാണുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപാകെയാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും എന്ന ആ ബോധ്യത്തിൽ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. ഒരു കഥ പറയാതിരിക്കാനായിട്ട് എനിക്ക് സാധ്യത. കഥയുടെ അകത്താണെങ്കിലും ഒരു കഥയെ പറയാതിരിക്കാൻ എനിക്കല്ല. ഒരിക്കൽ ഒരു അപ്പനും മകനും കൂടെ, അപ്പൻ മകനെ മോഷണം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു മത്തങ്ങ മോഷ്ടിക്കുക എന്നുള്ളതാണ് അന്നത്തെ പരിപാടി. നിലാവുള്ള ദിവസം രാത്രിയിൽ അപ്പനും മകനും കൂടെ മത്തങ്ങ മോഷ്ടിക്കാനായിട്ട് പോയി. മകനോട് പറഞ്ഞു, ഒരു വൃക്ഷത്തിന് മറവിലിങ്ങനെ നിന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു കത്തിയുമായിട്ട് മത്തങ്ങ പറിക്കുന്നതിന് വേണ്ടി ചെന്നിട്ട് ഇടത്തോട്ട് നോക്കി, വലത്തോട്ട് നോക്കി, മുൻപോട്ട് നോക്കി, പുറകോട്ട് നോക്കി. മത്തങ്ങ പറിക്കാനായിട്ട് കത്തി എടുത്തപ്പോൾ ചെറുക്കൻ പറഞ്ഞു, അപ്പച്ച ഒരു സ്ഥലത്തോട്ട് നോക്കിയില്ല എന്ന് പറഞ്ഞു. എങ്ങോട്ടാ? മേളോട്ട് നോക്കിയില്ല എന്ന് പറഞ്ഞു. മേളോട്ട് നോക്കിയില്ല. മേളോട്ട് നോക്കിയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇടത്തോട്ട് നോക്കി, വലത്തോട്ട് നോക്കി. ആരും കണ്ടില്ലല്ലോ. ഇനി സുഖമല്ലേ? കാണുന്ന കണ്ണുകളുണ്ട്. ദൈവം ശ്രദ്ധിക്കുന്നു, ദൈവം അറിയുന്നു എന്ന ബോധ്യം ദൈവ മനുഷ്യർക്കുണ്ടായി എങ്കിൽ അവർ സുബോധത്തോടെ ജീവിക്കുമായിരുന്നു. കർത്താവ് അതാ പറഞ്ഞത്, കണക്ക് കൊടുക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണമുണ്ട്. ഒരു ദിവസം കർത്താവ് നിങ്ങളോട് കണക്ക് ചോദിക്കും. മറ്റുള്ള എല്ലാ മനുഷ്യരെയും നമുക്ക്, എബ്രഹാം ലിങ്കൻ അല്ലേ പറഞ്ഞത്? എബ്രഹാം ലിങ്കൻ പറഞ്ഞത്, ചിലരെ എല്ലാ കാലത്തേക്കും, എല്ലാ മനുഷ്യരെയും ചില കാലത്തേക്കും നമുക്ക് കളിപ്പിക്കാൻ പറ്റും, പക്ഷേ എല്ലാ മനുഷ്യരെയും എല്ലാ കാലത്തേക്കും കളിപ്പിക്കാനൊക്കെയില്ല. യു ക്യാൻ ചീറ്റ് സംബഡി for all the time and all people for some time, but you cannot cheat all people for all time എന്നുള്ളത് എബ്രഹാം ലിങ്കൻ്റെ കാര്യം. ഞാനതൊന്ന് ഇച്ചിരി പരിഷ്കരിച്ച് പറയാം. നമുക്ക് ലോകത്തുള്ള സകല മനുഷ്യരെ എല്ലാ കാലത്തേക്കും വഞ്ചിക്കാൻ കഴിഞ്ഞാലും സ്വർഗത്തിൽ ദൈവത്തിന് മുൻപാകെ സകലതും നഗ്നവും മലർന്നതുമായിരിക്കുന്നു. ആ ഒരു ബോധ്യം സ്വർഗത്തിലെ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങൾ ഉറപ്പിക്കട്ടെ. ആ ബോധ്യം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കട്ടെ. ദൈവം കാണുന്നു, ഞാൻ കണക്ക് പറയേണ്ടി വരും, ഇതിന് കണക്ക് കൊടുക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടെ വേണം എൻ്റെ പൊന്ന സഹോദരങ്ങളെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട്. അതിൻ്റെ ഒരു മറുവശം കൂടെ ഞാൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നത് തന്നെ ആയിരിക്കണം. ദൈവമാണ് കണക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തുവാ? ദൈവത്തിൻ്റെ മുൻപാകെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം എന്ന തീരുമാനമാണ് ഒരു ദൈവഭക്തൻ്റെ, ഒരു ഭക്തയുടെ ജീവിതം എന്ന് പറയുന്നത്. അതാണ്. പഴയ നിയമത്തിലെ ഭക്തന്മാരെ കുറിച്ചൊക്കെ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയാവര്? അവർ ദൈവത്തിൻ്റെ മുൻപാകെ നടന്നു എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. They walked before God. ദൈവത്തിൻ്റെ മുൻപാകെ നടന്നു. അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരുന്നു. അതാണ് ഭക്തന്മാരുടെ ലക്ഷണമായി ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഞാൻ നിങ്ങളോടും എന്നോടും ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണോ? ആണോ? എൻ്റെ ദൈവത്തിന് മുൻപാകെ അവൻ എന്നോട് കണക്ക് ചോദിക്കുന്ന ദിവസത്തിൽ ഞാനവനെ പ്രസാദിപ്പിച്ചു എന്ന സാക്ഷ്യം എനിക്കുണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടെ ജീവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പല ആളുകൾക്ക് ആ ചിന്തയില്ല കേട്ടോ. വാട്ട് ഈസ് ദി അൾട്ടിമേറ്റ് എയിം ഓഫ് എ ബിലീവർ? ഒരു വിശ്വാസിയുടെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം എന്താ? ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവം കണക്ക് ചോദിക്കും. അന്ന് ദൈവം എന്നിൽ പ്രസാദിച്ചു എന്ന് ദൈവം എന്നോട് പറയണം. ആ നിലയിൽ വേണം എൻ്റെ പൊന്നു സഹോദരങ്ങളെ ജീവിക്കാൻ. അപ്പം അതാണ് ഈ ഉപമയുടെ സന്ദേശം എന്ന് പറയുന്നതാണ്. ഞാൻ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ട ആളാണ്. അതുകൊണ്ട് ആ ബോധ്യത്തിൽ ഭയത്തോടും ഭക്തിയോടും കൂടെ ഈ ലോക ജീവിതം നയിക്കുവാനുള്ള കടപ്പാട്
എനിക്കുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ സന്ദേശമാണ് ഈ ഉപമ നമ്മളെ അറിയിക്കുന്നത്. അപ്പം ഈ ആശയം വിശദീകരിക്കാനായിട്ട് 3 കാര്യങ്ങൾ ഈ ഉപമയിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ ആശയം വിശദീകരിക്കാനായിട്ട് 3 കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഇത് പറയാം. ഒന്നാമത് പറയാനുള്ളത് പറഞ്ഞത്, ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവൻ 1, ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. ആദ്യമായിട്ട് ഈ ഉപമയിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, നാം ദൈവത്തിൻ്റെ സമ്പത്ത്, ദൈവത്തിൻ്റെ ദാനങ്ങൾ പ്രാപിച്ച, അത് പരമേൽപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാരാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്. വി ആർ ഗോഡ്സ് സ്ലേവ്സ് എൻട്രസ്റ്റഡ് വിത്ത് ഗോഡ്സ് റിച്ചസ്. ദൈവത്തിൻ്റെ സമ്പത്ത്, ദൈവത്തിൻ്റെ ദാനങ്ങൾ, ദൈവത്തിൻ്റെ കൃപകൾ പരമേൽപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ അടിമകളാണ്, യേശുക്രിസ്തുവിൻ്റെ അടിമകളാണ് നമ്മളെന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ തന്നെ അറിയണം. വി ആർ സ്ലേവ്സ് എൻട്രസ്റ്റഡ് വിത്ത് മാസ്റ്റേഴ്സ് റിച്ചസ്. യജമാനൻ്റെ സമ്പത്ത് പരമേൽപ്പിച്ച ആളുകളാണ് നമ്മൾ എന്ന് ഓർക്കണം. ഈ സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ താലന്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടാലൻറ്റോൺ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു തൂക്കം, പണം, അതിനെ അളക്കാനുള്ള ഒരു മെഷറാണ്, അതിൻ്റെ ഒരു അളവാണ് ഈ താലന്ത് എന്ന് പറയുന്നത്. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ എത്രയുണ്ടെന്നറിയുമോ? ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 32 കിലോ. 32 കിലോ എന്ന് പറയുമ്പോൾ സ്വർണ്ണമാണ്, അല്ലെ വെള്ളി എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അർഗോൺ എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, വെള്ളിയായിരിക്കാം. അവിടെ 32 കിലോ വെള്ളിക്ക് 10 കോടി രൂപ വിലയുണ്ട്. 10 കോടി രൂപ. അപ്പോൾ ഒരു താലന്ത് കിട്ടിയെന്ന് പറഞ്ഞാലേ എൻ്റെ പൊന്നെ, അപ്പോൾ 5 താലന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ 50 കോടി രൂപ കിട്ടി. അയ്യോ! ഈ യജമാനന് അപ്പം 2 കാര്യങ്ങൾ അതിനെക്കുറിച്ച്. അപ്പം ഒന്നാമത്തെ താലന്തിനെ കുറിച്ചാണ്. രണ്ടാമത് അടിമകൾ എന്നുള്ളതായിരിക്കുന്ന വാക്കാണ്. ദാസന്മാർ എന്നുള്ള പരിഭാഷ പോരോ കേട്ടോ. ദാസന്മാർ, സെർവൻ്റ് എന്നുള്ള പദമല്ല. ദേ ആർ ആക്ച്വലി ഡൂലോസ്, അല്ലേ? അത് അടിമകളാണ്. അടിമകളും ദാസന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? അടിമകളും ദാസന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അടിമയ്ക്ക് സ്വാതന്ത്ര്യമില്ല, ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ അനുവാദമില്ല, യജമാനൻ പറയുന്നത് പോലെ തന്നെ കേട്ടോണം. അതാണ് അടിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വിശ്വാസികളെ പുതിയ നിയമത്തിൽ വിശദീകരിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കർത്താവിൻ്റെ അടിമ എന്ന് പറയുന്ന കാര്യം. നമ്മൾ കർത്താവിനെ എങ്ങനെയാണ് കാണുന്നത്? എനിക്കിഷ്ടമുണ്ടോ ചെയ്യും, ഇഷ്ടമില്ലേ ചെയ്യത്തില്ല. അത് ശരി, അത് കൂടിയ പരിപാടിയാണല്ലോ. 1-ാം നൂറ്റാണ്ടിലാണ് നിൻ്റെ കഴുത്തു പോകും. അതാണ് നിൻ്റെ കേസ് എന്ന് പറയുന്നത്. യു ആർ എ സ്ലേവ്. നിങ്ങളൊരു അടിമയാണ്. യജമാനൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിന്നെ കഴുത്ത് കണ്ടിച്ച് കളയാനുള്ളതായിരിക്കുന്ന അനുവാദം അദ്ദേഹത്തിനുണ്ട്. എൻ്റെ സ്വാതന്ത്ര്യമൊന്നും അവിടെ വില നടക്കില്ല കേട്ടോ, ഒന്നുമില്ല. പറഞ്ഞതുപോലെ ചെയ്തോണം. നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. നമ്മൾ ഒരർത്ഥത്തിലുണ്ട് കേട്ടോ, സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുകയല്ലോ. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വി ആർ ദ സ്ലേവ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിനെ ചോദ്യം ചെയ്യുവാൻ, കർത്താവ് പറഞ്ഞത് അനുസരിക്കയില്ല എന്ന് പറയുവാൻ, കർത്താവിനോട് മത്സരിക്കുവാൻ അനുവാദമില്ല. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അവസാനം ഈ പറഞ്ഞ ഈ ദാസനുണ്ടല്ലോ, അവൻ പറഞ്ഞതിൻ്റെ ഉള്ളതിന് അപരാധം അതാ കേട്ടോ. നീ കഠിനനായിരിക്കുന്ന യജമാനാണ്. കഴുത്തും അല്ല തലയും ശരീരവും നമ്മളെ ബന്ധം അങ്ങ് പോകും കേട്ടോ. അത് വേറെ കാര്യം. ദാറ്റ് ഈസ് ദ ഡേ.
ഈ മനുഷ്യൻ പറഞ്ഞ പ്രസ്താവനയുടെ അപരാധമെന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു അടിമയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ അപരാധം എന്ന് പറയുന്നതാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ കർത്താവിൻ്റെ അടിമയാണ്. കർത്താവ് എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാൻ കടപ്പെട്ടയാളാണ്. എനിക്ക് മത്സരിക്കാൻ അനുവാദമില്ല എന്നുള്ള അറിവാണ്. അങ്ങനെയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവഭക്തന്മാരൊക്കെ അങ്ങനെ പറഞ്ഞത് കർത്താവ് പറഞ്ഞതാണ്. എനിക്ക് മറ്റൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. കർത്താവ് പറഞ്ഞതാണ്. എന്നിട്ട് ഈ യജമാനന് ഈ അടിമകളോടുള്ള വിശ്വാസം നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. എന്തൊരു ഭയങ്കര വിശ്വാസം. തൻ്റെ സമ്പത്ത് മുഴുവനും, ഇയാൾ ഭയങ്കര കാശുള്ള ആളായിരുന്നു കേട്ടോ. 50 കോടി ഒരാൾക്ക്, മറ്റേ ആളിന് 20 കോടി, വേറെ ഒരാളിന് 10 കോടി. എനിക്ക് കാശുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ബാങ്കിലെങ്ങാണ് വിട്ടേച്ച് ഞാൻ പോകും. ഒരുത്തിനും വിശ്വസിക്കത്തില്ല. എൻ്റെ പോൻ്റെ ഇവൻ്റെ കാശ് കൊടുത്തേച്ച് തിരിച്ചു വരുമ്പോൾ കിട്ടും ഇല്ലയോ? അയ്യോ ഇത് കൊടുക്കൂല ഇല്ലയോ? ചത്താൻ കൊടുക്കൂല. ഒരിക്കലും മനുഷ്യനെ ഒരാൾ ഈ വെള്ളപ്പൊക്കമാണ് കേട്ടോ, ഇങ്ങനെ ഒഴുകി വരികയാണ് ഓരോ സാധനങ്ങൾ. അപ്പോൾ ആൾ താഴെ നിന്ന് ഈ ഒഴുകി വരുന്ന സാധനം പിടിക്കുക. അപ്പോൾ ഒരാൾ വലിയൊരു കമ്പിളിക്കെട്ട് വരുന്നു, നീന്തി ചെന്ന് കമ്പിളിക്കെട്ടേ കയറി പിടിച്ചു. എന്നിട്ട് ഇതുമായിട്ടൊക്കെ പോവുക. ഉടനെ കരയ്ക്ക് നിന്ന് ആൾക്കാർ പറഞ്ഞു, എടാ വിട്ടേച്ചു പോരടാ എന്ന് പറഞ്ഞു. ഉടനെ ഇവൻ ഒരു ശബ്ദത്തിൽ പറഞ്ഞു, വിടത്തില്ലേ എന്ന് പറഞ്ഞു. ഇത് കരടിയായിരുന്നു, അല്ലാതെ ഇത് കമ്പിളിക്കെട്ടൊന്നും ആയിരുന്നില്ല. കയറി അങ്ങ് പിടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വിടത്തില്ലേ. അയ്യോ, ആൾക്കാർ കാശൊക്കെ പിടിക്കുന്നത് എന്തോ പിടിയാ പിടിക്കുന്നത്, വിടുവോ? ചത്താലും വിടത്തില്ല. അയ്യോ, ഇത് അദ്ദേഹം എന്തോ നല്ല മനുഷ്യനാ അല്ലേ? തനിക്കുള്ളത് എല്ലാം, തൻ്റെ സമ്പത്ത് മുഴുവനും ഈ ദാസന്മാരെ, ഈ അടിമകളെ ഏൽപ്പിച്ചു. എന്നിട്ട് ഈ മനുഷ്യനെ കുറിച്ചാണ് മൂന്നാമതുള്ള ദാസൻ പറഞ്ഞത്, നീ കഠിന ഹൃദയനായ മനുഷ്യനാണ് എന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞത്. എന്തിനു ഭയങ്കര അല്ലേ? ഈ സമ്പത്ത് മുഴുവനും ഏൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് പോയി. ഇടയ്ക്കൊന്നും കമ്പി അടിച്ചൊന്നും ചോദിച്ചില്ല കേട്ടോ. ഈ മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നീ കഠിന ഹൃദയനായൊരു മനുഷ്യനാണെന്ന് എനിക്കറിയാം. നീ വിതയ്ക്കാത്തയിടുന്ന് കൊയ്യുകയും വിതരാത്തയിടുന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാണ്. അതാണോ? അങ്ങനെയാണോ? അയ്യോ, അങ്ങനല്ലല്ലോ. തൻ്റെ സമ്പത്ത് മുഴുവനും ഈ ദാസന്മാരെ ഏൽപ്പിച്ച്, ഈ അടിമകളെ ഏൽപ്പിച്ച് ദൂരദേശത്തേക്ക് പോയ ആളല്ലേ? നല്ല മനുഷ്യനല്ലേ? ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ താലന്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അറിയാം, ഒരുത്തൻ 5 താലന്ത്, മറ്റേ ആൾക്ക് 2 താലന്ത്, ഒരാൾക്ക് 1. അങ്ങനെ കിട്ടാനുള്ള കാര്യം എന്താ? അവിടെ പറയുന്നു, പ്രാപ്തി പോലെ കൊടുത്തു. എൻ്റെ പോലെ സഹോദരങ്ങളെ ഞാൻ പറയാം, നമുക്ക് കിട്ടിയത് സ്വർഗത്തിലെ ദൈവം അത്രയും പ്രാപ്തി നമുക്കുള്ളൂ എന്ന് വിചാരിച്ച് നമുക്ക് തന്നതാകട്ടോ. അതിനെക്കുറിച്ച് പരാതിയൊന്നും പറയേണ്ട ആവശ്യമില്ല. കൂടുതൽ കിട്ടിയ ആളുകൾക്ക് കൂടുതൽ കിട്ടട്ടെ. എൻ്റെ അവസ്ഥയും എൻ്റെ നിലയും എൻ്റെ പ്രാപ്തിയും അനുസരിച്ച് സ്വർഗത്തിലെ ദൈവം എന്നെ പരമേൽപ്പിച്ചത് മതിയാകും എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ബാധ്യതയും എനിക്കുണ്ട്. ആൾക്കാർക്കെല്ലാം അസൂയല്ലയോ, അവന് കൂടുതൽ കിട്ടിയെന്ന്. അത് അങ്ങനെ കൂടുതൽ കിട്ടുന്ന മത്സരിക്കുന്നതായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല. എങ്കിലും ഞാനങ്ങ് പറയാ, എനിക്കൊന്നല്ല കിട്ടിയുള്ളൂ. അവൻ 5 കിട്ടിയില്ലോ, അവനങ്ങോട്ട് വ്യാപാരം ചെയ്യട്ടെ. എനിക്കൊന്നല്ല കിട്ടിയത്. 1 കിട്ടിയാൽ ഒത്തിരി കിട്ടിയല്ലോ. ഏറ്റവും കുറഞ്ഞ് കിട്ടിയ ആളിന് ഒരുപാട് കിട്ടി കേട്ടോ. എല്ലാ സഹോദരങ്ങളെ ഞാൻ ചോദിക്കുക, ദൈവം നിങ്ങൾക്ക് ധാരാളമായിട്ട് തന്നില്ലേ? ദൈവം ധാരാളമായിട്ട് ഔദാര്യമായി കൊടുക്കുന്നയാളാണ്. നമുക്ക് കിട്ടിയത് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നമ്മളൊന്ന് നോക്കിയാൽ മതി. ഒരു പാട്ടുകാരൻ പറയുന്ന പോലെ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നെയിം ദം വൺ ബൈ വൺ, യു വിൽ ബി സർപ്രൈസ്ഡ് ഹൗ മച്ച് God has given to us.
തന്ന ബന്ധങ്ങൾ, തന്ന സാഹചര്യങ്ങൾ, നാം പാപികളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച് സുവിശേഷത്തിൻ്റെ സത്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഗ്രഹിപ്പിച്ചത്, നമ്മളെ വീണ്ടെടുത്തത്, നമ്മളുടെ ബലഹീനമായ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തിയത്, ഇതൊക്കെ മറന്നിട്ടല്ലേ നമ്മളിപ്പോൾ വർത്തമാനം പറയുന്നത് അല്ലേ? അയ്യോ, അതൊരു ഭയങ്കരമാണ്. കർത്താവ് നമുക്ക് ധാരാളമായിട്ട് തന്നു. അതുകൊണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട്. ചിലർക്ക് കൂടുതൽ കിട്ടി, ചിലർക്ക് ചിലപ്പോൾ കുറവൊക്കെയാണെന്നൊക്കെ ഉള്ളത് ശരിയാ. എങ്കിലും നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് പ്രാപ്തിയുള്ളതുപോലെ നാം എത്രത്തോളം വ്യാപാരം ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് ദൈവം നമ്മളെ ഓരോ കാര്യങ്ങൾ പരമേൽപ്പിച്ചിരിക്കുന്നത്. കിട്ടിയതിന് കണക്ക് പറഞ്ഞാൽ മതി കേട്ടോ, കിട്ടിയതിന് കണക്ക് പറഞ്ഞാൽ മതി. നമ്മളതിനെക്കുറിച്ച് താഴോട്ട് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഓരോരുത്തരെ ഇങ്ങനെ അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെടും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ, ഈ നമ്മുടെ ദൈവം നമ്മളെ സമ്പത്ത് ഏൽപ്പിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്, ഓരോ നിമിഷവും കണക്ക് ചോദിക്കുന്ന, നമ്മളെ അങ്ങനെ വാച്ച് ചെയ്യുന്ന ഒരു നിലയിലല്ല ഈ അടിമകളുടെ ജീവിതം ഈ യജമാനൻ ക്രമീകരിച്ചത്. അതായത് ഇത്രയും 50 കോടി രൂപ ഒരുത്തിനെ ഏൽപ്പിച്ചു, മറ്റേയാളിനെ 20 കോടി ഏൽപ്പിച്ചു, മറ്റേയാളിനെ 10 കോടി ഏൽപ്പിച്ചു. അവിടെ ദൂരദേശത്ത് ചെന്നു. രാവിലെ എഴുന്നേറ്റപ്പം യജമാൻ്റെ ഫോൺ കോള്, എടാ നീ എന്തോ ചെയ്യുന്നേ? ഇല്ലെന്നേ, വളരെ നാൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വന്നു. നമ്മളൊക്കെ എന്താ മര്യാദയ്ക്ക് ജീവിക്കാതെ? എന്താ ജീവിക്കാതെ? രാവിലെ എഴുന്നേക്കുന്ന ഉടനെ നീ ഇന്നലെ എന്തുവാ പറഞ്ഞേ, നീ എന്താ പറഞ്ഞേ എന്ന് കർത്താവ് നമ്മളോട് ചോദിച്ചായിരുന്നെങ്കിൽ, ഇല്ലയോ അപ്പച്ചൻ സഹോദരാ? രാവിലെ എഴുന്നേക്കുന്ന അപ്പച്ചൻ സഹോദരോ, ഇന്നലെ സഭായോഗത്തിന് പറഞ്ഞൊരു വർത്തമാനം ഉണ്ടല്ലോ. അപ്പച്ചൻ സഹോദരൻ നല്ലയാളാ, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ കർത്താവ് വിളിക്കുക, ചോദിക്കുക. എൻ്റെ പൊന്നെ ചോദിക്കുന്നില്ലെന്ന്. നമ്മളെ വിശ്വസിച്ച്, അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ വിശ്വസന്മാരെന്നെണ്ണി ശുശ്രൂഷ പരമേൽപ്പിച്ചു. കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരും കേട്ടോ, അത് ഷുവറാ. പക്ഷെങ്കിൽ അതിനെക്കുറിച്ച് ശലോമോൻ രാജാവ് പറയുന്ന പോലെ ഓരോരോ ചെയ്യുന്ന കുറ്റത്തിന് ഉടനടി തന്നെ മറുപടി ലഭിക്കുന്നില്ല, അതിന് ശിക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ എന്തും ചെയ്യാൻ ധൈര്യപ്പെടുന്നു എന്നാണ് ശലോമോൻ പറഞ്ഞത്. അല്ലേ? അതല്ലേ ചെയ്യുന്നത്? ഇപ്പം തന്നെ ചോദിക്കുന്നില്ല എന്ന്. അപ്പോൾ ഒരാൾ എന്നോട് ഭയങ്കര അന്യായം ചെയ്തു കേട്ടോ, വിശ്വാസിയല്ല, ഒരവിശ്വാസിയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ ഇത് ഭയങ്കര അന്യായമായി പോയല്ലോ. ഉടനെ പറഞ്ഞു, ഞാൻ ഈ അന്യായം ചെയ്തിട്ട് ഒരാഴ്ചയായി അന്യായം ചെയ്തിട്ട് ഇതുവരെ എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഈ അന്യായം ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞു, ഇതുവരെ ഒന്നും സംഭവിച്ച, കൊച്ചി എത്തില്ല, ഭാര്യ ആക്സിഡൻറ്റ് പറ്റിയില്ല, ഇങ്ങോട്ട് ബൈക്കിന് വന്നപ്പോൾ ആരും ഇടിക്കുകയും ചെയ്തില്ല. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? കണക്ക് ചോദിക്കും, എന്നാൽ എല്ലായ്പ്പോഴും എല്ലാ ദിവസവും അങ്ങനെ ചോദിക്കില്ല. അതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം, നമ്മളിൽ ദൈവം അർപ്പിച്ചതായിരിക്കുന്ന വിശ്വാസം പലപ്പോഴും നമ്മൾ ദുരുപയോഗം, ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ദാനങ്ങളും സ്വീകരിച്ച് അത് പരമേൽപ്പിക്കപ്പെട്ട കർത്താവിൻ്റെ അടിമകളാണ്, കർത്താവിൻ്റെ ദാസന്മാരാണ് എന്നതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നാം കർത്താവ് നമ്മളെ പരമേൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടെ വ്യാപാരം ചെയ്യുന്നതാണ്. നമ്മുടെ ഉത്തരവാദിത്വം, ദൈവം നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന അവസരങ്ങൾ, സാഹചര്യങ്ങൾ, സാധ്യതകൾ, ബന്ധങ്ങൾ, സമ്പത്ത്, സമയം, കഴിവുകൾ, ഇതൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഉപയോഗിക്കുക, അതിൽ വിശ്വസ്തരായിരിക്കുക, അത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിനെക്കുറിച്ച് ഒരു പ്രസംഗകൻ പറഞ്ഞ പ്രസ്താവന പറയാം. കർത്താവിൻ്റെ ഡിക്ഷണറിയിൽ, കർത്താവിൻ്റെ നിഘണ്ടുവിൽ വിശ്വസ്തതയും വിജയവും ഒന്നു തന്നെയാണ് എന്ന് പറഞ്ഞു. Faithfulness and success are the same in the dictionary of God.
ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യത്തിൽ നാം വിശ്വസ്തന്മാരായിരിക്കുന്നു എങ്കിൽ നമ്മളുടെ വിജയം എന്ന് പറയുന്നത് വിശ്വസ്തത എന്ന് പറയുന്ന കാര്യമാണ്. ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക, ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് എന്തെല്ലാം വിജയം ഉണ്ടായി എന്നൊക്കെയുള്ള കാര്യം തമ്പുരാൻ്റെ കയ്യിലുള്ള കാര്യം കേട്ടോ. ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് സക്സസ്, ദേ ആർ ദ സെയിം ഇൻ ദ ഡിക്ഷണറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നിഘണ്ടുവിൽ വിശ്വസ്തതയും വിജയവും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ മനുഷ്യനെ ഒന്ന് ശ്രദ്ധിച്ച്, 5 താലന്ത് കിട്ടിയ ആളിനെ ഒന്ന് നിങ്ങൾ നോക്കിക്കേ. 5 താലന്ത് ലഭിച്ചവൻ, അടുത്ത വാക്കെന്താണ്? എന്താ? ഉടനെ. അയ്യോ ഭർത്താവ്, ശരി. 5 താലന്ത് ലഭിച്ച ആള് ഉടനെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റിയെ കാണിക്കുന്ന കാര്യമാണ്. ദൈവകാര്യങ്ങളും ദൈവത്തിൻ്റെ പരിപാടികളും ഒക്കെ നമ്മളെപ്പോഴാണ് ചെയ്യുന്നത്? മറ്റുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം സമയം കിട്ടിയാൽ ചെയ്യാവുന്നല്ലേ? അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ഈ 5 താലന്ത് കിട്ടിയ ആളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു അടിമയാണ് എന്നുള്ള കാര്യം അറിയാം. ഈ 5 താലന്ത് ഏൽപ്പിച്ചതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഉടനെ തന്നെ ചെന്ന് അത് വ്യാപാരം ചെയ്ത് ഇതെങ്ങനെയെങ്കിലും വർദ്ധിപ്പിക്കണം എന്നുള്ള തീരുമാനവും നിർബന്ധമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ അതിനോട് ചേർത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച താലന്തുകൾ എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ താലന്തുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, ഇന്ന് 2 സഹോദരന്മാർ നമ്മളോട് ആവേശമായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി നോർത്ത് ഇന്ത്യയിൽ പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളിൽ ആരെങ്കിലും ആ ആവേശം ഉൾക്കൊണ്ടോ എന്നെനിക്കറിയത്തില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്നതിൽ 2-3 പേർ അതിന് മനസ്സ് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നു അതൊരു വലിയ അനുഗ്രഹമാണ്. 2-3 പേരെങ്കിലും നോർത്ത് ഇന്ത്യയിൽ പോകാനായിട്ട് മനസ്സ് വെച്ചാൽ, 2-3 പേരെങ്കിലും നേപ്പാളിൽ പോകാനായിട്ട് മനസ്സ് വെച്ചാൽ അത് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയേണ്ടേ? നോർത്ത് ഇന്ത്യക്കും അവർ പോകണില്ല, നേപ്പാളിലും പോകുന്നില്ല, പിന്നെ എന്തുവാ ചെയ്യുന്നത്? ജീവിതത്തിന് എന്താ അർത്ഥം? ഇല്ല കേട്ടോ, ഇല്ലതേ. എല്ലാവരും നോർത്ത് ഇന്ത്യയിൽ പോകാനായിട്ട് പ്രതീക്ഷിച്ചിട്ടില്ല, എല്ലാവരും നേപ്പാളിൽ പോകാനായിട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെങ്കിൽ എല്ലാവരും കർത്താവിനെ സേവിക്കാനായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ എവിടെ ആക്കിയിരിക്കുന്നുവോ, ദൈവം നമുക്ക് എന്ത് ശുശ്രൂഷ തന്നിരിക്കുന്നുവോ, ദൈവം നമ്മളെ എന്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നുവോ, അവിടെയാണ് നമ്മളെ വേല ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് ഒരു ഭക്തൻ പറഞ്ഞ പ്രസ്താവനയുണ്ട്, നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തിലുള്ള നമ്മളെല്ലാവരും, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും മിഷണറിമാരും, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ മിഷൻ ഫീൽഡുമാണ് എന്ന് പറഞ്ഞു. Anyone who believes in Jesus is a missionary and anyone who does not believe in Jesus is a mission field. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ഒരു വീട്ടമ്മയാണ് എങ്കിൽ നിങ്ങളുടെ മക്കളെ ദൈവഭയത്തിൽ വളർത്തുന്നത് നിങ്ങളുടെ ശുശ്രൂഷയാണ്. ദൈവം നിങ്ങളെ പരമേൽപ്പിച്ച ടാലന്റാണത്. അത് ദൈവത്തിനു വേണ്ടി, ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവഹിത പ്രകാരം നിവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവപ്രസാദകരമായി ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ. നിങ്ങൾ നേപ്പാളിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവം നമ്മളെ, അതിനെക്കുറിച്ച് ലൂയിസ് പെറി ചെയ്വർ വന്നതായിരിക്കുന്ന പ്രസ്താവന പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു വിശുദ്ധനെ സംബന്ധിച്ച് ആത്മീകമെന്നും ഭൗതികമെന്നും പറയുന്ന 2 കാര്യമില്ല എന്ന് പറഞ്ഞു. ഭൗതികമെന്നും ആത്മീകമെന്നും പറയുന്ന 2 കാര്യമില്ല. സുവിശേഷ വേല എന്ന് പറയുന്ന ഒരു കാര്യവും സാധാരണ വേല എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നമ്മൾ എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ വേലക്കാരാണ്. ഫോർഡിൽ അവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്താൽ ദാറ്റ് ഈസ് യുവർ മിഷൻ ഫീൽഡ്. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മിഷൻ ഫീൽഡാണ്. അവിടെ ഒരു സുവിശേഷകനായിട്ടാണ് എന്നെ ആക്കിയിരിക്കുന്നത്. ഞാൻ വിശ്വസ്തയോടുകൂടെ ജോലി ചെയ്യണം, എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാവരോടും സുവിശേഷം അറിയിക്കണം, എൻ്റെ ജീവിതം കണ്ട് അനേകർ കർത്താവിനെ അറിയുവാനിടയാകണം എന്നുള്ളതാണ് എൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. പിന്നെ കർത്താവ് എനിക്ക് തരുന്ന സമ്പത്ത് സുവിശേഷ വേലയ്ക്കായിട്ട് പോകാൻ മനസ്സുള്ള ആളുകൾക്ക് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. എല്ലാവരും നേപ്പാളിൽ പോയാൽ നേപ്പാളിൽ പോയവർക്ക് കാശ് കൊടുക്കുന്നത് എങ്ങനെയാ വരുന്നത്? പറ്റുമോ? എല്ലാവരും നേപ്പാളിൽ പോയാൽ നേപ്പാളിൽ പോയവർക്ക് കാശ് കൊടുക്കാൻ പറ്റൂല. നേപ്പാളിൽ പോകാൻ ആരെങ്കിലും മനസ്സ് വെച്ചാൽ അവിടെ സഹോദരൻ പറയണം, മോനെ നീ നേപ്പാളിൽ പോകുകയാണെങ്കിൽ എന്നെ കർത്താവ് പരമേൽപ്പിച്ച എനിക്ക് തന്ന ഈ ജോലിയിൽ അതിൻ്റെ ഒരു ഭാഗം
നിരന്തരമായി നിന്നെയും നിന്റെ കുടുംബത്തെയും സംരക്ഷിക്കാനായിട്ട് ഞാൻ അയച്ചു തരാം, നീ പോ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന സഹോദരന്മാരും സഹോദരിമാരുമാണ് നമുക്ക് ആവശ്യം. അവരുടെ വേലയും ഈ നേപ്പാളിൽ പോകുന്ന ആളുടെ പോലെ പ്രാധാന്യമുള്ള വേലയാണ്. അപ്പോൾ അതുകൊണ്ട് ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വേല ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ ദൈവവേല ചെയ്യുന്നത് എന്ന് വിചാരിക്കരുത്. നമ്മളെ എല്ലാവരെയും ദൈവം ഫലമേൽപ്പിച്ചതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇതൊക്കെ ദൈവനാമമഹത്വത്തിന് വേണ്ടി ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അപ്പസ്തലനായ പൗലോസ് പറഞ്ഞ പ്രസ്താവന പറയാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്പസ്തലനായ പൗലോസ് എന്താ പറഞ്ഞത്? നിങ്ങൾ തിന്നാലും കുടിച്ചാലും നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ ചെയ്ത് ദൈവത്തിന് മഹത്വം വരുത്താണ്. എൻ്റെ പൊന്നെ, തിന്നുകയും കുടിക്കുകയും ചെയ്ത ആത്മീയമാണോ? ആത്മീയമാണോ? സ്വോത്രം പറയുകയോ അപ്പം നുറുക്കുകയോ ഒക്കെ ചെയ്യാന്നെങ്കിൽ അത് ആത്മീയോ അല്ലയോ? എന്നാൽ തിന്നുകയും കുടിക്കുകയും ചെയ്താൽ അതിനകത്തെന്തോ ആത്മീയം ഉണ്ടെന്നേ. നമ്മൾ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ എൻ്റെ ഭാര്യ എപ്പോഴും എന്നോട് പറയും, പ്രാർത്ഥിച്ചോ അച്ചായ, പ്രാർത്ഥിച്ചോ അച്ചായ. എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പേ എനിക്കൊരു സഹോദരനെ അറിയാം, ദൈവമേ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മുട്ടായി കിട്ടിയാൽ അദ്ദേഹം പ്രാർത്ഥിക്കാതെ കഴിക്കില്ല. അപ്പം ഞാൻ പറയും, പർപ്പടം കഴിക്കാൻ പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ ചിലപ്പോൾ പറയും. പെട്ടെന്ന് അങ്ങ് എടുത്ത് കഴിക്കാം, പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ കഴിക്കാം. അയ്യോ, ഇദ്ദേഹം അത് ചെയ്യത്തില്ല. മുട്ടായി കിട്ടിയാലും കർത്താവേ തന്ന മുട്ടായി കാട് സഹോദരം, അയ്യോ അതല്ല മനുഷ്യനല്ലേ അത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന എല്ലാ സാഹചര്യങ്ങളിലും നാം കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരോടും ദൈവം നമുക്ക് തരുന്ന എല്ലാ ബന്ധങ്ങളിലും ദൈവം നമ്മളെ ഫലമേൽപ്പിക്കുന്ന എല്ലാ ജോലികളും കർത്താവിൻ്റെ നാമത്തിനും മഹത്വത്തിനു വേണ്ടി കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിവർത്തിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. അതാ അവിടെ വിശ്വസ്തതയാണ് ദൈവം അന്വേഷിക്കുന്നതായിരിക്കുന്ന കാര്യം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ കേട്ടോ. ഒരു കാര്യം കൂടെ പറയാം. അവരെ കുറച്ച് സമയം എടുത്തില്ലായിരുന്നോ? കുറച്ച് സമയം ഇത് പറഞ്ഞ് അവസാനിക്കാം. അപ്പോൾ മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം വളരെ കഴിഞ്ഞ ശേഷം അദാസന്മാരുടെ യജമാനൻ വന്നു. അപ്പം ആദ്യം കിട്ടിയ ആളുകൾ, അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ടായിരുന്നെങ്കിലും ഞാൻ പറയുന്നില്ല. ഈ അവസാനത്തെ ആൾ പറഞ്ഞൊരു പ്രസ്താവന എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. ഒരു താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു, യജമാനനെ നീ വിതയ്ക്കാത്തയിടത്തുനിന്ന് കൊയ്യുകയും വിതരാത്തയിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ടു ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിൻ്റേതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. നിങ്ങളിതിന് മുൻപിലുള്ള രണ്ട് ദാസന്മാരെയും രണ്ട് അടിമകളെയും ഈ ഇദ്ദേഹത്തെ കൂടെ നോക്കിയാൽ ആദ്യമേ ഈ മുൻപിലുള്ള അടിമകൾ വരുമ്പോൾ അവരെന്താ പറഞ്ഞല്ലോ? യജമാനനെ നീ എന്നെ 5 താലന്തല്ലയോ ഏൽപ്പിച്ചത്, ഞാൻ 5 കൂടെ നേടിയിരിക്കുന്നു. 2 കിട്ടിയാളെന്ന് പറഞ്ഞു. യജമാനനെ നീ എന്നെ 2 താലന്തല്ലയോ ഏൽപ്പിച്ചത്, ഞാൻ 2 കൂടെ നേടിയിരിക്കുന്നു. മൂന്നാമത്തെ ആൾ എന്താ പറയേണ്ടത്? യജമാനനെ നീ എന്നെ 1 താലന്തല്ലയോ അതല്ലേ എന്താ പറയുന്നത്? പറഞ്ഞു കേട്ടെ. 1 താലന്ത് ലഭിച്ചതിനും അടുക്ക വന്നു. യജമാനനെ താലന്തിൻ്റെ കാര്യം ഒന്നും ഇദ്ദേഹത്തിന് പറയാനില്ല കേട്ടു. എൻ്റെ ദൈവമേ, ഇദ്ദേഹം കുറ്റം പറയാൻ വേണ്ടി അങ്ങ് തീരുമാനിച്ചിരിക്കുക, വഴക്കുണ്ടാക്കാനായിട്ട്. ഒരു കൈ നോക്കാനുള്ള രീതിയിൽ അവർ നിപ്പ്. യജമാനനെ നീ വിതയ്ക്കാത്തയിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെ നീ ഞാൻ അറിഞ്ഞു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, അറിവ് കൂടിയ ആൾ ഇദ്ദേഹമാകട്ടോ. മറ്റവർക്ക് ആർക്കും അറിവുള്ളതിനെ കുറിച്ച് അവർ പറയുന്നില്ല. അവർക്ക് അറിവ് കുറവാ. ഈ മനുഷ്യൻ എന്തോ അറിവാന്നറിയാമോ? യജമാനനെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാനതിനെക്കുറിച്ച് പറയാൻ, ഞാൻ സംക്ഷിപ്തമായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തോട് അവിശ്വസത കാണിക്കുന്നതിന് കാരണം ദൈവമല്ല കേട്ടോ, നാം ദുഷ്ടന്മാരായിരിക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ ദുഷ്ടഹൃദയമാണ് അതിന് കാരണമായിരിക്കുന്നത്. കർത്താവിന് എന്താ പറഞ്ഞത്? എൻ്റെ പൊന്നെ മോനെ, നിനക്ക് ഏതായാലും എന്നെക്കുറിച്ച് പിടി കിട്ടിയല്ലോ, മനസ്സിലായല്ലോ, നിനക്കറിവുണ്ട് എന്നല്ല കർത്താവ് പറഞ്ഞത്. ദുഷ്ടനും മടിയനുമായിരിക്കുന്ന ദാസനെ, നീ ഞാൻ വിതയ്ക്കാത്തയിടത്ത് കൊയ്യുന്നവനും വിതറാത്തയിടത്ത് ചേർക്കുന്നവനുമായ കഠിന മനുഷ്യനാണെന്ന് നീ അറിഞ്ഞുവല്ലോ. എങ്കിൽ നീ എൻ്റെ താലന്ത് കൊണ്ടുവന്ന് അത് ബാങ്കിൽ കൊടുക്കേണ്ടിയിരുന്നു, ഞാനത് ഇൻട്രസ്റ്റോട് വാങ്ങിച്ചോളാമായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നാൽ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടതയാണ് കേട്ടോ. ഞാൻ അപ്പോൾ അതൊരു കാരണം ഞാൻ പറയാം. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ദൈവമല്ല. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് മറ്റ് സഹോദരന്മാരും സഹോദരിമാരുമല്ല. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്.
അവർ പ്രോബ്ലം ഈസ് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയമാണ് പ്രശ്നം. നാം ദുഷ്ടന്മാരായിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്ത ആളുകളാകട്ടോ ഈ കുറ്റം പറയുന്നതിന് മുമ്പിൽ നിൽക്കുന്ന ആളുകൾ അവരാ. ഇവൻ്റെ ഇതുകൊണ്ട് കുഴിച്ചിട്ടേച്ചാ ഈ വർത്താനം പറയുന്നത്. ഇതുകൊണ്ട് കുഴിച്ചിട്ടേച്ചാ ലോകത്തിലുള്ള മനുഷ്യനെ കുറിച്ച് എല്ലാം പുള്ളിക്ക് പരാതിയാ. ഞാൻ പറയാം, വിശ്വസതയോടുകൂടെ ദൈവം വേല ചെയ്യുന്ന മനുഷ്യർക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റ് പരിപാടികൾ ചെയ്യാനും ഒന്നും നേരമില്ല കേട്ടോ. ഇദ്ദേഹത്തിന് വേറെ ജോലിയൊന്നുമില്ലല്ലോ. ഇതേതായാലും സൂത്രം കൊണ്ട് കുഴിച്ചു വെച്ചേക്കുകയാണല്ലോ. ഇദ്ദേഹത്തിന് ജോലിയേ ഉള്ളൂ. നമ്മുടെ ഒരു സ്നേഹിതൻ പറഞ്ഞതുപോലെ ഞാൻ പറയാം, ദ പ്രോബ്ലം ഓഫ് ദ ഹാർട്ട് ഈസ് ദ ഹാർട്ട് ഓഫ് ദി പ്രോബ്ലം. ദുഷ്ടനായ മനുഷ്യനെ എന്ന് പറഞ്ഞു. അപ്പം ഇവൻ ദുഷ്ടനാന്നുള്ള കാര്യം അറിഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? ഇവൻ്റെ ജീവിതവും പ്രവർത്തനവും കണ്ടിട്ടാണ് കേട്ടോ. ഇവൻ്റെ ജീവിതവും പ്രവർത്തനവും കണ്ടിട്ടാണ് ഇവൻ ദുഷ്ടനാന്നുള്ള കാര്യം മനസ്സിലായത്. മറ്റുള്ള ആളുകൾ നല്ലവനും വിശ്വസനുമായ ദാസനെ എന്നാ പറഞ്ഞത്. അപ്പം ഈ നന്മയും ദുഷ്ടതയും എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ്. അതിന് മുൻപിലുള്ള ഉപമ വായിച്ചാലും നമുക്കിത് മനസ്സിലാവും കേട്ടോ. പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പം അതായിരുന്നു അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. കർത്താവുമായി they didn't have a redemptive knowledge of God. ദൈവത്തെക്കുറിച്ച്, രക്ഷാകരമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അറിവ് അവർക്കുണ്ടായിരുന്നില്ല. ഇവൻ്റെ ദുഷ്ടതയുടെ കാരണവും അതാണ്. അപ്പം അതും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തോടുള്ള നമ്മളുടെ മത്സരവും ജീവിതത്തിൽ ഉള്ള പരാതിയും ഇതുമെല്ലാം ഒരുപക്ഷേ നാം രക്ഷിക്കപ്പെട്ടവരല്ല എന്നുള്ളതിന് തെളിവായിരിക്കാം. ഒരുപക്ഷേ ഈ ദുഷ്ടദാസനെന്ന് പറഞ്ഞ ആൾ ദുഷ്ടനാന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ശൈലി അവൻ ദുഷ്ടനാണ് എന്ന് തെളിയിച്ചു എന്നാണ്. ഈ ദുഷ്ടദാസന് അവൻ വ്യാപാരം ചെയ്യാതെ കൊണ്ട് അവന് രക്ഷ പോയതൊന്നുമല്ല കേട്ടോ. അങ്ങനെയൊന്നുമല്ല. ഇവനെ ഒരു താലന്ത് കിട്ടി, രക്ഷിക്കപ്പെട്ടവനായിരുന്നു. പക്ഷേ എനിക്ക് താലന്ത് കുഴിച്ചിട്ടു, അവസാനം എന്ത് പറ്റി? പല്ലുകടിയും കരച്ചിലും ഉള്ളതായിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അങ്ങനെയല്ല. ഇവൻ ദുഷ്ടദാസനാണ്. അവന് കിട്ടിയ താലന്ത് കുഴിച്ചിട്ടതിൻ്റെ കാരണം അവൻ ദൈവത്തോട് ബന്ധമുള്ളവനോ ദൈവത്തെ വിശ്വസിക്കാൻ മനസ്സില്ലാത്തവനോ ആണ്. അവൻ്റെ പരാതി കേട്ടില്ലേ? ദൈവത്തിൻ്റെ നന്മയിലും ദൈവത്തിൻ്റെ കൃപയിലും ഒന്നും വിശ്വസിക്കുവാൻ മനസ്സില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ പറയുന്നയാൾ. അപ്പം ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ജീവിതം കണ്ടാൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ, നമ്മുടെ ബന്ധങ്ങൾ കണ്ടാൽ നമ്മൾ വിശ്വാസികളാണ് എന്ന് ഉള്ള നമ്മുടെ അവകാശവാദം തെളിയിക്കപ്പെടുമോ അതോ സംശയം ഉണ്ടാവുമോ? ചില വിശ്വാസികളെക്കുറിച്ച് ഞാൻ പറയാം. അവർ വിശ്വാസികളാണോ എന്നുള്ള ഗൗരവമായ സംശയം എനിക്കുണ്ട്. ചില മൂപ്പന്മാരെക്കുറിച്ച് ഞാൻ പറയാം. അവർ വിശ്വാസികളാണോ എന്നുള്ള ഗൗരവമായ സംശയം എനിക്കുണ്ട്. കാരണം എന്ന് ചോദിച്ചാൽ ഇവരുടെ പ്രവൃത്തികളും ജീവിതവും ഒക്കെ കാണുമ്പം ഇവർ യഥാർത്ഥ സുവിശേഷം വിശ്വസിച്ച ആൾക്കാരാണ്. അതോ അവരുടെ പ്രശ്നം സുവിശേഷം വിശ്വസിക്കാഞ്ഞത് തന്നെയാണ് കേട്ടോ. പിന്നെ സുവിശേഷം വിശ്വസിച്ച ആളുകൾക്ക് ദോഷമൊന്നും ചെയ്യാൻ പറ്റുകയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മുടെ ജീവിതം നമ്മൾ വിശ്വാസികളല്ല എന്ന് തെളിയിക്കുന്ന നിലയിലാണ് എങ്കിൽ നാം യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് നമ്മൾ പരിശോധിക്കുവാൻ ആവശ്യമുണ്ട്. സുവിശേഷം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ നിർബന്ധിക്കുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ക്രമീകരണമാണ്. സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്ത് തൻ്റെ സമ്പത്ത് ഔദാര്യമായി നമ്മളെ ഏൽപ്പിച്ച് നമ്മളെ വിശ്വസിച്ച് ഈ ലോകത്തിൽ കർത്താവാക്കിയിരിക്കുകയാണ്. എന്നാൽ കർത്താവ് ഒരു ദിവസം വരും, അവൻ നമ്മളോട് കണക്ക് ചോദിക്കും. ആ അവസരത്തിൽ കേൾക്കേണ്ട മറുപടി എന്താ? നല്ലവനും വിശ്വസനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. അങ്ങനെ ഒരു സാക്ഷ്യം വരുന്നില്ല എങ്കിൽ നമ്മുടെ പ്രശ്നം നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ദുഷ്ടഹൃദയമാണ്. ദൈവത്തെ വിശ്വസിക്കുവാൻ, സുവിശേഷം സ്വീകരിച്ച് രൂപാന്തരപ്പെടുവാൻ മനസ്സില്ലാത്ത ഒരു കഠിന ഹൃദയവുമായിട്ടാണ് വിശ്വാസത്തിൻ്റെ വേഷമൊക്കെ ധരിച്ച് നമ്മൾ നടക്കുന്നത്. ആ വലിയ അപകടം നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.